തൃശൂർ അതിരൂപതയിലെ 107 ഇടവകകളിൽ നിന്നായി 15,000-ലധികം ക്രിസ്മസ് പാപ്പമാരാണ് സ്വരാജ് റൗണ്ടിൽ അണിനിരക്കാൻ പോകുന്നതിന്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഈ ആകാശക്കാഴ്ചയിൽ നിന്ന് വ്യക്തവുമാണ് അവിടെ കൂടിയിരിക്കുന്നത് വിവിധ ഇടവകകളിൽ നിന്ന് വന്നിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളാണ്. അതിൽ കുട്ടിപ്പാപ്പമാരുണ്ട്, വയസ്സായവരുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഇത്തവണ ബോൺനത്താലെ ആഘോഷമാക്കാൻ പോകുന്നത്. പാട്ടുപാടി നൃത്തം ചെയ്ത് വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ബോൺനത്താലെ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ ആരംഭിക്കും. 5:03 ഫ്ളാഗ് ഓഫ് നിശ്ചയിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജനാണ് ഫ്ളാഗ് ഓഫ് നടത്തുക എന്നും അറിയുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സൂരജ് സജ്ജി കൂടി ചേരുന്നു. ഒപ്പം നിഖിൽ പ്രമേഷുമുണ്ട്. നിഖിൽ ഇനി അറിയേണ്ടത് ഇനിയിപ്പോൾ നിഖിലുള്ള ടീം ഏതാണെന്നാണ്. അവർക്ക് എന്താണ് ഇത്തവണത്തെ പുതുമയുള്ളത്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുതിയ പാട്ടുകൾ, പുതിയ നൃത്തരൂപങ്ങൾ അതൊക്കെ ഇത്തവണ ഉണ്ടാകുമല്ലോ. അപ്പോൾ കപ്പടിക്കുക, 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബോൺനത്താലയിൽ അവർ പങ്കെടുക്കുന്നത്. മാത്രമല്ല ഘോഷയാത്രയിൽ സ്വന്തം ടീമിനെ പങ്കെടുപ്പിക്കുക എന്നത് കൂടിയുണ്ട് അവരുടെ ലക്ഷ്യം. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഓരോ സംഘങ്ങളും ഇറങ്ങുന്നത് ഇത്തവണ കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതിനുവേണ്ടി പല ക്രമീകരണങ്ങളും പല വ്യത്യസ്തതകളും അവർ അവതരിപ്പിക്കുകയും ചെയ്യും. ഇത്തവണ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ശരീരത്തിലൂടെ ഒരു LED ലൈറ്റ് ഘടിപ്പിച്ചുകൊണ്ട് വളരെ രസകരമായി നിരത്തിൽ ഇറങ്ങാനാണ് അവരുടെ തീരുമാനം. അപ്പൊ ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുറച്ച് അമ്മച്ചിമാർ എന്നോട് ചോദിച്ചു, ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ലേ ചോദിച്ചു. അപ്പൊ അവരോട് ചോദിക്കാൻ തീരുമാനിച്ചു, അവരോട് വിശേഷങ്ങൾ അറിയാൻ തീരുമാനിച്ചു. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തൃശ്ശൂർ ഒളരിയിൽ നിന്ന്. ഉഷാറായ ഒരു അമ്മച്ചി. അതെ അതെ, ഞങ്ങൾ എല്ലാ വർഷവും വരാറുള്ളതാ. എത്രാമത്തെ തവണ? ഇത് ഒരു 10 തവണയെങ്കിലും വന്നിട്ടുണ്ട്. ഓ, 10 തവണയൊക്കെ വരണമെങ്കിൽ അത്രയും ആവേശം ഉള്ളതുകൊണ്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും. കുട്ടികളുടെ കൂടെ ഈ സ്റ്റെപ്പ് ഒക്കെ അറിയോ? എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇടുന്ന പാട്ട് അറിയോ? ഒരു 2 സ്റ്റെപ്പ് കാണിക്കോ എന്നാലേ? എങ്ങനെയാണ്? പ്രജനവിഗ്രഹം എല്ലാ പാട്ടിനും വരുന്ന എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കളിക്കുമോ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് എല്ലാവർക്കും ഇവർക്ക് എല്ലാം അറിയാം. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റെപ്പ് അറിയാമെന്ന് മനസ്സിലായി. കുറെ കാലം മുമ്പേ നിങ്ങൾക്ക് തരുമല്ലേ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നിങ്ങളുടെ ഇടവേഗ അമ്മച്ചിമാർ 20 പേര് അമ്മമ്മ. അപ്പൊ നിങ്ങൾ പൊളിക്കും? അപ്പൊ നിങ്ങൾ പൊളിക്കുന്നത് കാണാൻ വേണ്ടിട്ട് ഇതാ എല്ലാവരും ഇങ്ങനെ കാത്തിരുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിനൊന്നും വരാത്ത കുറെ അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയുന്നത്? ഞങ്ങൾ അവരെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വായോ. അപ്പൊ കാല് വേദന, കൈ വേദന അതൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാ കൊല്ലത്തും വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം? അടിച്ചു പൊളിക്കണം എല്ലാ കൊല്ലവും വന്നിട്ട്. തൃശ്ശൂർക്കാരുടെ ഈ ക്രിസ്മസ് ആഘോഷം പൂർത്തിയാകണമെങ്കിൽ ബോൺനത്താലും കൂടെ കഴിയും. അതെ അതെ, ബോൺനത്താലും വേണം, എന്നാലേ എല്ലാം കൂടി പൂർത്തിയാവുള്ളൂ. എല്ലാരും വലിയ ആവേശത്തിലാണ് പ്രജിൻ. വലിയ ആവേശം എന്ന് വെച്ചാൽ വലിയ ആവേശം. എവിടെ തിരിഞ്ഞാലും ആവേശം, എവിടെ തിരിഞ്ഞാലും ആഘോഷം. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി അവർക്ക് ഇത് അവിടുന്ന് അനുമതി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അനുമതി കിട്ടുന്ന പക്ഷം അപ്പൊ തന്നെ നിരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് അവരിങ്ങനെ ഇരിക്കുക. ഒരു അച്ഛൻ ഇവിടെ ഉണ്ട്, നമുക്ക് ആ അച്ഛനോട് സംസാരിച്ചു നോക്കാം. അച്ഛൻ ഏത് ഇടവകയിൽ? ഞാൻ ഒളരിക്കര, തൃശ്ശൂർ ഒളരിക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വരുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പാനീയം കൊടുക്കുന്നുണ്ടോ? എല്ലാവർക്കും ഭയങ്കര എനർജിയാണ്. ഞങ്ങൾ ഇവിടെ വെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ ഞങ്ങള് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു എനർജി കണ്ടിട്ട് നമുക്ക് ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹായാണ്. ഈശോ ഉണ്ണി വന്ന് പിറന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്ദേശം ലോകത്തെമ്പാടും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം. അത് ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഏതൊക്കെ സാഹചര്യങ്ങൾ കിട്ടുന്നോ അതൊക്കെ ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ സമയം പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് വിളിക്കാം. സബ്കേ ബോലോ, സബ്കേ ബോലോ, സബ്കേ ബോലോ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പച്ചൻ ഇതാ അവിടുന്ന് ഇങ്ങനെ നൂണ്ട് വന്നതാണ്. സംസാരിക്കാം. എവിടുന്നാ വരുന്നത്? ഞാൻ ഒളരിക്കര വക. ഓ, എന്താണ് വേഷമൊക്കെ, എനിക്ക് അടിപൊളി. എത്രാമത്തെ വർഷം അതിന് വരുന്നത്? ഇത് 3 വർഷമായിട്ടില്ല ഞാൻ വന്നു തുടങ്ങിയിട്ട്. അപ്പച്ചന് ഇവരുടെ കളിക്കുന്ന സ്റ്റെപ്പൊക്കെ അറിയാലോ? അതല്ല, ഞാൻ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചിട്ടുണ്ടോ തന്നെ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷ പഠിക്കാണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കളിക്കും.
ഇവിടെ എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ പറയുന്നത്. അപ്പൊ എല്ലാവരും ഇതാ അങ്ങനെ തയ്യാറായി നിൽക്കുന്നു. അവർക്ക് അനുമതി കിട്ടുന്ന പക്ഷം ഇവിടെ നിന്ന് ഇങ്ങനെ അറിയിക്കുന്ന പക്ഷം അവര് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വളരെ കൃത്യമായി ലൈനപ്പ് ചെയ്താണ് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. എല്ലാ തരത്തിലും ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസും സജ്ജരാണ്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. അങ്ങനെ ഓൾ സെറ്റ്, എല്ലാവരും തയ്യാറായി സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നു. പ്രജിൻ, ഈ സ്വരാജ് റൗണ്ടിനെ ഒരു ചുവന്ന കടലാക്കി മാറ്റാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇവിടെയുള്ള മുഴുവൻ പാപ്പാഞ്ഞിമാരും. പ്രജിൻ, യെസ്, അപ്പോ തൃശൂർ അതിരൂപതയിലെ 107 ഇടവകളിൽ നിന്നുള്ള എല്ലാ പാപ്പമാരും ഇപ്പോൾ അണിനിരന്നു കഴിഞ്ഞു. വിവിധ ടീമുകളായി നിരന്നാണ് ഈ ബോണത്താലിയുടെ ഭാഗമാകാൻ പോകുന്നത്. ആരാണ് മികവറ്റ രീതിയിൽ ഈ ബോണത്താലിൽ പങ്കെടുക്കുന്നത്, എത്രമാത്രം മാർക്കുകൾ നേടുന്നു, ആരാണ് ഇത്തവണ കപ്പടിക്കാൻ പോകുന്നത്, ഒക്കെയുള്ള നിശ്ചയിക്കാനുള്ള മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. അല്പസമയത്തിനകം 5:03 ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് നടക്കുക. മന്ത്രി കെ രാജനാണ് ഫ്ലാഗ് ഓഫ് നിർവഹിക്കുക. അങ്ങനെ ബോണത്താലെ ഇത്തവണയും റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് തൃശൂർ ഒന്നടങ്കം പറയുന്നു. പുതിയ കാഴ്ചകളിലേക്കും വിവരങ്ങളിലേക്കും അല്പസമയത്തിനകം എത്താം.